വിശ്വസിക്കാതെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും പ്രത്യേകിച്ച് ഇടവകയാകുന്ന ഈ കുടുംബത്തിൻ്റെ തലവനായ വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, അതുപോലെ തന്നെ കൈകാരന്മാർ, തിരുനാൾ കമ്മിറ്റിയൊക്കെ, അതോടൊപ്പം എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കുടിവെച്ച പുണ്യമതിയുടെ തിരുനാൾ ആചരിക്കുന്ന ക്രിസ്ത്യാനോസിന്റെ തിരുനാളിന്റെ മക്കളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരിടുകയും ഞാനൊരു 25 മിനിറ്റ് എടുക്കും. വികാരിച്ചോട് ചോദിച്ചു എത്ര പറയണം. കാരണം പ്രസംഗങ്ങൾ ഒരുപാട് പറഞ്ഞിട്ട് ഉപകാരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അച്ഛൻ പറഞ്ഞു, അച്ഛാ നമ്മൾ തൃശ്ശൂർക്കാരൻ്റെ പെരുന്നാളിന് പ്രസംഗം ഉണ്ടാവണം, പ്രസംഗം എങ്ങനെ പോയാലും 20 മിനിറ്റ് 25 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് ആ സമയം സ്വസ്ഥമായിട്ടിരിക്കുക. ഞാൻ പലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രസംഗമൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴും എന്നോട് തന്നെ ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ ഈ തിരുനാൾ പ്രസംഗം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും? ഇതെന്നും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോഴും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഈ ഒരു ചോദ്യം എന്നെ അലട്ടാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അനുധാവനം ചെയ്യുന്ന, നമ്മളൊക്കെ ദൈവമായി കാണുന്ന കർത്താവ് യേശുമിശിഹാ പറയുന്നൊരു വാചകം ഞാൻ ഓർക്കും. വാചകം എത്തിയത് എല്ലാ പഠനങ്ങൾക്ക് മുമ്പ്, എല്ലാ ഉപദേശങ്ങൾക്ക് മുമ്പ് കർത്താവ് പറയുന്ന വാചകം എങ്ങനെയാണ്? കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. എല്ലാവരും നന്നാക്കിക്കൊള്ളണമെന്ന് കർത്താവിന് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. എന്തിനാണ് നമ്മൾ തിരുനാൾ ആചരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ തൃശ്ശൂർ പേരൂരുണ്ട്. ഈ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടെ നാടാണ് തൃശ്ശൂർ. നമുക്കറിയാം, ഇന്ന് തൃശ്ശൂരിൽ ഏറ്റവും വലിയ ഇടവകകൾ എടുത്ത് നോക്കിയാൽ ഒളരിക്കര അതിനൊട്ടും പുറകില്ല. ആഘോഷങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ 1-2 മാസമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷം ഇങ്ങനെ പൂരം പോലെ കുട്ടിക്കേറുന്ന അവസ്ഥയിലേക്ക് പെരുന്നാളുന്ന വന്ന് നിൽക്കുന്നു. എന്തിനാണ് ഇങ്ങനെയുള്ള ആഘോഷം? തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഇടവകയാണ്. അതൊരു കാരണം, പട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധയാണ് കൊച്ചു ത്രേസ്യ പുണ്യമതി. ഒരു സംശയവുമില്ലാതെ പ്രാർത്ഥിച്ചതൊക്കെ ജീവിതത്തിൽ നേടിയിട്ടുള്ള ഒരു അനുഭവം എനിക്കും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇടവകകളിൽ തിരുനാൾ ആഘോഷിക്കുന്നത്? ആ ക്രൈസ്തവരായിട്ടുള്ള പലരും, ക്രിസ്ത്യാനികൾ തന്നെ മറ്റ് ഡിനോമിനേഷനുള്ള പലരും ചോദിക്കും, ഈ കത്തോലിക്കർക്ക് എന്തിനാണ് ഇത്രയേറെ ആഘോഷങ്ങൾ നടത്തി ഇത്രയേറെ പണം ചെലവഴിക്കുന്നത്? നമുക്കറിയാം, ഒരു ഇടവകയിലെ തിരുനാള് എടുത്ത് പഠിച്ചാൽ ഏകദേശം 1 കോടിക്ക് മുകളിൽ ചെലവ് വരുന്നുണ്ട്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ പള്ളിയിലെ, വീട്ടിലെ, സമുദായത്തിലെ, അതുപോലെ തന്നെ കുടുംബ സമ്മേളന യൂണിറ്റിലെ ആഘോഷങ്ങളൊക്കെ എടുത്ത് പഠിക്കുക. എന്തിനു വേണ്ടി നമ്മൾ ആഘോഷിക്കും? ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, ആംഗലേയ സാഹിത്യത്തിൽ മനോഹരമായ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്: സെലിബ്രേഷൻസ് ആർ ജസ്റ്റിസ് ടു ലൈഫ്. ആഘോഷങ്ങൾ ജീവിതത്തോട് കാണിക്കുന്ന നീതി. കാരണം എന്ന് പറയുന്നത്, ദൈവം തരുന്ന ദാനമാണ് ജീവിതം. ഒരു പക്ഷേ കൊച്ചു ത്രേസ്യ പുണ്യമതിയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ, അവരുടെ എഴുത്തുകളെടുത്ത് പഠിക്കുമ്പോൾ വളരെ മനോഹരമായി അവർ എഴുതി വെക്കുന്ന, ആ വിശുദ്ധ എഴുതി വെക്കുന്ന ഒരു ചിന്തയുണ്ട്. ദൈവം തരുന്ന ദാനമാണ് സമയം എന്ന് പറയുന്നത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഭാതത്തിൽ ഞാൻ
നിങ്ങളുമൊക്കെ കണ്ണു തുറക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ദൈവം തരുന്ന ദാനമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സമയം. ഈ ദിവസം കാണാതെ എത്ര പേരാണ് മരിച്ചുപോയത്? കഴിഞ്ഞൊരു തിരുനാൾ ആഘോഷത്തിന് ശേഷം ഈ ഒരു തിരുനാൾ ആഘോഷം കാണാതെ ഈ രാജ്യത്ത് നിന്ന്, ഈ ഒളരിക്കരയിൽ നിന്ന് എത്ര പേരാണ് മരിച്ചുപോയത്? പക്ഷേ ഞാനിന്നും ജീവിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഈ ദേവാലയത്തിൽ വചന സന്ദേശം നൽകാൻ ഞാനിന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ദൈവം തരുന്ന ദാനമാണ് ജീവിതം. ആ ജീവിതം ആഘോഷത്തോടുകൂടെ കൊണ്ടു നടക്കണം. ദൈവത്തോട് നന്ദി പറഞ്ഞ്, ദൈവം തരുന്ന ഓരോ അവസരങ്ങളോടും ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിതത്തെ ആഘോഷിക്കണമെന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു. ഉറപ്പാണ്, ആഘോഷങ്ങൾ വേണം ജീവിതത്തിൽ, ഒരു സംശയവും. പക്ഷെ പഴഞ്ചൊല്ലിന് രണ്ടാമതൊരു ഭാഗം, അതാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്: There should be life to celebrate. ജീവിതം ഉണ്ടാകണം, ആഘോഷിക്കാൻ. ആഘോഷങ്ങളുടെ ഇടയിൽ ജീവിതങ്ങളെ മറന്നു പോകരുതെന്ന് മനോഹരമായ ഈ പഴഞ്ചൊല്ല് പഠിപ്പിക്കുന്നു. Celebrations are justice to life and there should be life to celebrate. ആഘോഷങ്ങൾക്കിടയിൽ ജീവിതങ്ങളെ നമ്മൾ മറന്നു പോകുന്നു. ഒരു ആഘോഷം നടക്കുമ്പോൾ, അതെന്റെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, എന്റെ ദേശത്തായിക്കൊള്ളട്ടെ, ഒരു ആഘോഷം നടക്കുമ്പോൾ കുറെ കൂടെ ജീവാത്മകമായ സന്തോഷത്തിലേക്ക്, ഒരു കുടുംബത്തിന്റെ, ഒരു നാടിന്റെ കൂട്ടുപിടുത്തത്തിലേക്ക് ആ ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഒരു നാട് അതിൽ പരം സന്തോഷത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആഘോഷങ്ങൾ ഉണ്ടാകണം. പക്ഷേ പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആഘോഷങ്ങളിൽ പലപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിന്തിക്കണം നമ്മൾ. 21-ാം നൂറ്റാണ്ടിൽ ആഘോഷങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ആ ആഘോഷങ്ങൾക്കപ്പുറത്ത് എന്റെ കുടുംബ ബന്ധങ്ങളിൽ, എന്റെ സമൂഹ ബന്ധങ്ങളിൽ എത്രമാത്രം സ്നേഹം വളരുന്നുണ്ട് എന്ന് ഈ നല്ല ദിവസം ഒന്ന് ചിന്തിക്കുക. എന്താണ് തിരുനാൾ എന്ന് ചോദിച്ചാൽ ഒരുപാട് നിർവചനങ്ങൾ തിരുനാളിലുണ്ട്. വളരെ രസകരമാണ്. നമുക്കറിയാം, നോട്ടീസ് നിങ്ങൾക്കൊക്കെ കിട്ടിക്കാം. വളരെ മനോഹരമായി കൊച്ചച്ഛനും വികാരിയച്ഛനും കൈക്കാരന്മാരൊക്കെ കൂടെ നോട്ടീസ് അടിച്ച് അത് മാസങ്ങൾക്ക് മുമ്പേ ഓൺലൈനിൽ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ ഇങ്ങനെ തകർത്താടുകയാണ്. നല്ല മനോഹരമായ ഇൻവിറ്റേഷനുകളാണ്. അതിൽ എഴുതി വയ്ക്കും എന്ത്? ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ മഹാമാണ്. കത്തോലിക്കർ ഉപയോഗിക്കുന്ന 3 വാക്കുകൾ: പെരുന്നാൾ, തിരുനാൾ, മഹാമാ. എന്തതിന്റെ അർത്ഥം? ഒരുപക്ഷെ അർത്ഥമറിയാതെ ആട്ടം കാണുന്നവരായിട്ട് ഞാൻ നിങ്ങളുമൊക്കെ മാറുന്നുണ്ട്. എന്തതിന്റെ അർത്ഥം? പെരുന്നാളെന്ന് പറഞ്ഞാൽ, തിരുനാളെന്ന് പറഞ്ഞാൽ, മഹാമകം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ എന്ത് നമ്മൾ ഉത്തരം പറയും? നമുക്കറിയാം, പെരുന്നാൾ വലിയ ദിവസമാണ്. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകയിലെ ഏറ്റവും വലിയ ദിവസം ഈ തിരുനാൾ ദിവസമാണ്. 2, പെരുന്നാൾ എന്ന് പറഞ്ഞോടൊപ്പം തന്നെ എന്താണ് തിരുനാൾ? തിരുനാൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ദിവസം. ഒരു വാക്കുകൂടിയുണ്ട്, മഹാമാ. അതിനർത്ഥം എന്തെന്നറിയൂ? ആഘോഷമായ ബലിയർപ്പണം. ഒരു ഇടവകയെ സംബന്ധിച്ച് ആ ഇടവകയുടെ കുടിവെച്ച പുണ്യവതിയുടെ, പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു ദേശത്ത് താമസിക്കുന്ന നസ്രാണികളായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിന്റെ മക്കളാണ് ഞങ്ങളെന്ന് ഉച്ചസ്ഥിരം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആഘോഷമായ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ആ വിശ്വാസം നാടൊക്കെ അറിയിക്കുന്ന വിശ്വാസ പ്രദർശനത്തിൽ പങ്കെടുക്കാനാണ് തിരുനാളുകൾ സഭയിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അതാണോ നമ്മുടെ തിരുനാൾ ആഘോഷത്തിൽ നടക്കുന്നത്? നമ്മൾ എത്ര പേർ വിശുദ്ധ കുർബാന ആഘോഷമായി കാണുന്നുണ്ട്? എത്ര പേർ വിശുദ്ധ കുർബാന വിശ്വാസത്തോടുകൂടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്? ഒരു ചോദ്യം ഈ തിരുനാൾ ദിവസം ഞാൻ നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. കുട്ടികളോട് ചോദിക്കുക, എന്താണ് തിരുനാളെന്ന്? കുട്ടികൾ പറയും, അച്ഛാ, തിരുനാളെന്ന് പറഞ്ഞാൽ എല്ലാ കാരണവന്മാരെടുത്തതും നേർച്ചയിടാൻ പൈസ വാങ്ങാം. അല്ലെ, തൃശ്ശൂർക്കാരുടെ ശൈലിയാണ്. രാവിലെ മുതൽ തുടങ്ങും. കുട്ടിക്കാലത്ത് എനിക്കറിയാം,
നേരത്തെ എഴുന്നേൽക്കും. എന്നിട്ട് വന്നിട്ടുള്ള ബന്ധുമിത്രാദികളുടെ അടുത്ത്, അപ്പൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്തൊക്കെ കൈ നീക്കും. ചോദിച്ചാൽ പറയും നേർച്ചയിടാൻ പൈസ. അന്ന് 25 പൈസ 50 പൈസ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് പിള്ളേരെ കൈകിട്ട് വോട്ട് കണ്ട കിട്ടിപ്പോകും. ഇതൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? എല്ലാം തന്നെ ചുറ്റുവട്ടത്തുള്ള കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങും. അമ്മയെ പേടിയുള്ളത് കൊണ്ട് അതിൽ ചെറിയ നാണയം നേർച്ചപ്പെട്ടിയിട്ട് അല്പം നേർച്ച വാങ്ങി അമ്മയുടെ അടുത്തോട് കാണിക്കും. ഇതാണ് കുട്ടികൾക്ക് പെരുന്നാൾ. ഇനി അല്പം കൂടെ മുതിർന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരോട് ചോദിക്കുക എന്താ പെരുന്നാളെന്ന് അവർ പറയും. പ്രത്യേകിച്ച് പെൺമക്കൾ പറയും, അച്ഛാ ഒരാഴ്ചയായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഏത് ഡ്രസ് ഇടണം, ഏത് മേക്കപ്പ് വേണം, എങ്ങനെ പോകണം. റിഹേഴ്സൽ തുടങ്ങി ഒരാഴ്ച മുന്നേ. ഇതാണ് പെരുന്നാൾ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം. ആൺകുട്ടികളോട് ചോദിക്കുക പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അവർ പറയും, അച്ഛാ ഞങ്ങൾ ഈ കോമ്പൗണ്ടിന് ചുറ്റുവട്ടമൊക്കെ ഉണ്ട്, എല്ലാം ലൈവായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നാട്ടാൻ അറിയിക്കണ്ടേ. ഇനി നാട്ടിൽ നിന്ന് എത്ര പേർ ഈ പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് കണക്കെടുക്കാൻ ഞങ്ങൾ വേണ്ടേ? ഇരിപ്പുണ്ടാവും പുറത്ത് ചെറുപ്പക്കാരൊക്കെ. അവർക്ക് പെരുന്നാൾ എന്ന് പറയുന്നത് അതാണ്. ആരെയും കുറ്റപ്പെടുത്താനല്ല, വിവിധ തരത്തിലുള്ള നിർവചനങ്ങളാണ്. ഇനി അപ്പന്മാരോട് ചോദിക്കുക, അല്ലെ അപ്പന്മാർ പറയാം പെരുന്നാളായിട്ടൊക്കെ വേണം. എന്ത് സെബസ്ത്യാനോസ് വരുന്ന പോലെ കയ്യൊക്കെ പൊക്കിയിട്ട് വേണ്ട, അല്പമൊക്കെ കഴിച്ച് ചുമ്മാ പറയുന്നുണ്ട്, ഓടി ഉദ്ദേശിച്ചിട്ടല്ല. അല്ലെ ആഘോഷമായി എല്ലാവരും ഒരുമിച്ച് അമ്പൊക്കെ കൊണ്ടുവരുമ്പോൾ സെബസ്ത്യാനോസ് കൈ പിടിച്ചതുപോലെ കയ്യിന്റെ താളത്തിൽ തുള്ളിയിട്ട് വേണം പെരുന്നാൾ ആഘോഷിക്കാൻ. അമ്മമാര് പറയും പെരുന്നാൾ കണ്ടുപിടിച്ച ഒരു തല്ലാണ്. കാരണം എന്താ? അടക്കളയിൽ നിന്ന് നേരം കിട്ടുന്നില്ല. ഇതാണ് തിരുനാളുകളുടെ നിർവചനങ്ങൾ. ഇങ്ങനെ ഒരുപാട് നിർവചനങ്ങൾക്കിടയിൽ എന്താണ് തിരുനാളെന്ന് പെരുന്നാൾ നമ്മളൊന്ന് ചിന്തിക്കണം. സഭയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ദർശനം പെരുന്നാളുകളുടെ പുറകിലുണ്ട്. എന്താണെന്ന് അറിയുമോ? കുടിവെച്ച പുണ്യവാളനെ സംബന്ധിച്ചിടത്തോളം, പുണ്യമതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ പഠിപ്പിച്ച പാഠങ്ങൾ ഒന്ന് ഓർക്കുകയും ആ പാഠങ്ങളിലേക്ക്, അവരുടെ മാതൃകകളിലേക്ക് ഞാനും എന്റെ കുടുംബവും എന്റെ വ്യക്തി ജീവിതവും വളർത്താനുള്ള വലിയ ദിവസങ്ങളാണ് തിരുനാൾ എന്ന് പറയുന്നത്. കൊച്ചുതരിശി പുണ്യമതി പഠിപ്പിച്ച പാഠങ്ങൾ, സെബസ്ത്യാനോസ് പഠിപ്പിച്ച പാഠങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്പമെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചാൽ ഈ ആഘോഷങ്ങൾ കൊണ്ട്, ഈ പെരുന്നാളുകൾ കൊണ്ട്, നമ്മൾ കൊടുക്കുന്ന പണങ്ങൾ കൊണ്ട് ഉപകാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെക്കും. ഓർക്കണം, സഭയുടെ ദർശനം എന്ന് പറയുന്നത് വിശുദ്ധാത്മാക്കളുടെ പാഠങ്ങൾ പഠിച്ച് നമുക്ക് മുൻപേ പറന്നുപോയ ഈ ആത്മാക്കളുടെ ജീവിതം സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ഇടവകയിൽ ശീലിക്കാൻ വേണ്ടിയിട്ടാണ് സഭ തിരുനാളുകൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്? എനിക്കിഷ്ടപ്പെട്ട 2 വിശുദ്ധരാണ് കൊച്ചുതരിശി പുണ്യമതിയും സെബസ്ത്യാനോസും. എന്തുകൊണ്ട് എനിക്കിഷ്ടം? 2 പേരും വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയവരാണ്. യുവതിയാണ്. ഇത്രയേറെ ചെറുപ്പത്തിൽ ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ കൊടുക്കാൻ ഇവർ തയ്യാറാണ്. ഈ 2 പേരെ ചേർത്ത് വെച്ച് ഞാൻ വായിച്ചാൽ ഇങ്ങനെ പറയുക, ജീവിതത്തിന്റെ നല്ല ഭാഗം ദൈവത്തിന് കൊടുക്കാൻ ചങ്കൂറ്റം കാണിച്ച 2 വ്യക്തിത്വങ്ങൾ. അവരിന്ന് ഈ അക്കാര്യം നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഭാഗം ആർക്ക് കൊടുക്കുന്നുവെന്ന് ഇവർക്ക് ചോദിക്കുന്നുണ്ട് നമ്മളോട്. കൊച്ചിന്റെ ജീവിതം എടുത്ത് നോക്കുക, സെബസ്ത്യാനോസിന്റെ ജീവിതം എടുത്ത് നോക്കുക. അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ നല്ല ഭാഗം ദൈവത്തിന് അവർ കൊടുത്തു. എന്റെ വീട് എണമാണ്. കുറെ പേർ കൂടെ അറിയാം, പഴയ തലമുറയ്ക്ക്. എന്റെ വീട്ടില് ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കഥയാണ്, പലരും കേട്ട് കാണും ഓൺലൈനിൽ ചിലപ്പോഴേക്ക്. എന്റെ വീട്ടിൽ അപ്പൻ ഉണ്ടായിരുന്ന കാലത്ത് അപ്പന് എല്ലാ ദിവസവും മീൻ വേണം ഭക്ഷണം കഴിക്കാൻ. കാരണം പുഴയുടെ അടുത്താണ്, എനമോയുടെ അടുത്താണ് എൻ്റെ വീട്. അവർ വീട്ടിൽ നയമുണ്ട്, എല്ലാ ദിവസവും മീൻ വാങ്ങണം. അറ്റ്ലീസ്റ്റ് പുഴ മീനെങ്കിലും വാങ്ങണം. മീൻ വീട്ടിൽ വാങ്ങിയാൽ എനിക്കൊരു നിർബന്ധമുണ്ട്. എന്താണെന്നറിയും? അതിൻ്റെ വാല് എനിക്ക് വേണം. എൻ്റെ വീട്ടിൽ ചെറിയ കുടുംബമാണ്, 7 മക്കളെ ഞങ്ങൾ ഉള്ളൂ. ഞാൻ 7ാമനാണ്. 3 ചേട്ടന്മാര്, 3 ചേച്ചിമാര്. ചില ചിരിക്കുകയാണ്, 7 എന്നൊക്കെ പറയും. പണ്ട് ഏറ്റവും ചെറിയ കുടുംബങ്ങളാണ് 6, 7 ഒക്കെ. ഇപ്പോഴാണ് മനുഷ്യൻ ലോപിച്ച് 1, 2
ഭവിഷ്യത്തുകൾ നമ്മൾ നസ്രാണികൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ മീൻ വാങ്ങിയാൽ വാല് എനിക്ക് തരാമെന്ന് അമ്മ പറയും. കാരണം വീട്ടിലെ ഉണ്ണിവാവയാണ് ഞാൻ, അതുകൊണ്ട് ഞാനാണ് രാജാവ്. നമുക്കറിയാം, വീട്ടിൽ ഉണ്ണിവാവുകളാണ് എല്ലാം തീരുമാനിക്കുക. അതനുസരിച്ച് അപ്പനമ്മ നടന്നോളണം. ചേട്ടന്മാർക്ക് ചേച്ചിമാർ കസുകയാണ്. അങ്ങനെ ഈ വാലിന് കാമ്പുണ്ടെന്നാണ് എന്റെ വിചാരം. അമ്മ പറയുമ്പോൾ പേടിക്കേണ്ട അല്ലെ, ഞാൻ എല്ലാവരെയും നോക്കും. പാത്രത്തിൽ വിളമ്പുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നോക്കും ഈ പാത്രത്തിൽ എന്താണ് കൊടുക്കുന്നത്. അപ്പൊ നോക്കുമ്പോ അപ്പനെ നടുക്കഷ്ണം, ചേട്ടന്റെ തല, എനിക്ക് വാല്. എനിക്ക് സന്തോഷമായി. വർഷങ്ങൾ കഴിഞ്ഞ് സെമിനാരിയിൽ, തോപ്പ് സെമിനാരിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അടക്കം ഡ്യൂട്ടി കിട്ടും. സെമിനാരിൽ എല്ലാം ഓർമ്മ പഠിക്കും. അവൻ ആദ്യമായി കിച്ചൺ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ മീൻ നുറുക്കാൻ പഠിക്കണം. അപ്പൊ സിസ്റ്റർ പറഞ്ഞ് പഠിപ്പിച്ചില്ല. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, മീൻ നുറുക്കിയ മീനിലെ ഏറ്റവും നല്ല കഷ്ണവും വാലല്ലേ? ഇവിടേക്ക് നമ്മളുടെ ചോദിക്കാറില്ല, മീൻ നുറുക്കിയിട്ടുണ്ടോ? അച്ഛൻ ഞങ്ങളിപ്പോ കാറ്ററിംഗ് ഫുഡാണ്. മീനൊക്കെ നുറുക്കണ കാലം പോയി. എല്ലാം നുറുക്കി യൂബറിലേക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ സ്വിഗ്ഗിലേക്ക് വിളിച്ചാൽ വീട്ടിലേക്ക് ഭക്ഷണം എത്തും. നമ്മൾ മലയാളികൾ മാറുകയാണ് അല്ലേ? മീൻ നുറുക്കി കാലൊക്കെ മറന്നു. അങ്ങനെ ഞാൻ ഈ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ ഒരു ഞെട്ടലോട് കൂടെ ഈ സിസ്റ്ററോട് പറഞ്ഞതെന്നറിയൂ, മോനെ മീൻ നുറുക്കിയാൽ നടുക്കഷ്ണത്തിലാണ് കാമ്പ് കൂടുതൽ. ഞെട്ടിപ്പോയി. മീൻ നുറുക്കിക്കഴിഞ്ഞാൽ നടുക്കഷ്ണത്തിലാണ് കാമ്പ് കൂടുതലെന്ന് പറഞ്ഞപ്പോൾ 15 കൊല്ലം എന്നെ പറഞ്ഞു പറ്റിച്ച അമ്മയെ ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയൂ, മോനെ ഇതാണ് നല്ല കഷ്ണമെന്ന് പറഞ്ഞ് വാല് എനിക്ക് തരികയും തനിക്ക് പ്രിയപ്പെട്ട, താൻ സ്നേഹിക്കുന്ന പ്രിയതമനെ ഏറ്റവും നല്ല നടുക്കഷ്ണം കൊടുക്കുന്ന ഒരു അമ്മയുടെ ചിത്രം ഞാൻ ഓർത്തിട്ടുണ്ട്. ഇത് അമ്മയെ കുറ്റപ്പെടുത്താനല്ല, ബൈബിൾ വായിക്കുമ്പോൾ ഒരു ഞെട്ടലോടുകൂടെ ഞാൻ ഓർക്കും, കർത്താവിനെ നടുകഷ്ണങ്ങളെ ഇഷ്ടമുള്ള ആളാണ്. ബൈബിളിൽ കർത്താവിന്റെ പഠനങ്ങൾ എടുത്ത് നോക്കിയാൽ, കർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എടുത്ത് നോക്കിയാൽ നടുകഷ്ണം ഇഷ്ടമുള്ള ദൈവമാണ് നമ്മുടേത്. എന്താണെന്നറിയോ? നിങ്ങൾ കുരിശ് വരച്ച് നോക്കി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രനെ വിളി. കർത്താവ് മരിച്ചത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ വീണ്ടും നടുകഷ്ണം. 2 കള്ളന്മാരുടെ മധ്യേ വീണ്ടും നടുകഷ്ണം. ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാവും, വീണ്ടും നടുകഷ്ണം. അങ്ങനെ മധ്യഭാഗങ്ങളെ ഇഷ്ടപ്പെടുന്ന കർത്താവിന്റെ ചിത്രം നമ്മൾ ഓർക്കണം. തിരുവുടമ്പത്തിന്റെ പടം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പന്റെയും അമ്മയുടെയും ഇടയ്ക്ക്, യൗസേപ്പിതാവിന്റെയും മേരിയുടെയും ഇടയ്ക്ക് കർത്താവ് കയറി നിൽക്കുന്നുണ്ട്. ഓർക്കണം, ദൈവത്തിന് ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മളോ എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ദൈവത്തെ, എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ദൈവത്തെ. കുർബാനയ്ക്ക് പോകാൻ നമുക്ക് സമയമില്ല. 24 മണിക്കൂറുണ്ട്. വിശുദ്ധ കുർബാന കാണാൻ, ഉദാശകൾ കാണാൻ, നമുക്ക് ഉദാശ സ്വീകരിക്കാൻ നമുക്ക് സമയമില്ല. കാരണം എന്താ? എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പോയേക്കാം. ഓർക്കണം, സമയം തരുന്നത് ദൈവമാണ്. ജീവിതത്തിൽ കഴിവുകൾ തരുന്നത്, സമ്പത്ത് തരുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് നല്ല ഭാഗങ്ങൾ കൊടുത്തില്ലെങ്കിൽ ബൈബിളിൽ ഭോഷനായ ഒരു ധനികന്റെ ഉപമ പറയുന്നുണ്ട് കർത്താവ്. എന്താ അവിടെ പറഞ്ഞത്? അവൻ ഭോഷനായി പോയി. എന്തുകൊണ്ട്? ചിന്തിക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് ധനികൻ ഭോഷനായി പോയത്? ഒരുപക്ഷേ തൃശ്ശൂരിലെ നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ ഈ ഭോഷനായ ധനികന്മാരെ പോലെ ആയി പോകുന്നുണ്ട്. സമ്പത്തുണ്ട്. എന്താ സംഭവിച്ചത്? ആ ഉപമയിൽ കൃത്യമായി നമ്മൾ വായിക്കും. 14 തവണ ഞാൻ ഞാൻ എന്റെ എന്റെ എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർക്കാതെ പോയ ഒരു മനുഷ്യന്റെ ചിത്രം, ഒരു മനുഷ്യന്റെ കഥ. സമ്പത്തുണ്ടായപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? എന്റെ അറപ്പുരകൾ പൊളിച്ച് പണിയും. അല്ലെ, നമ്മൾ ചെയ്യാറുണ്ട്. സമ്പത്തുണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യാം. ഓക്കെ, ബാങ്ക് ബാലൻസ് കൂട്ടണം, FD കൂട്ടണം. അങ്ങനെ പലതും പൊളിച്ചു പണിത് അവൻ സ്വന്തമായ സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടി. പക്ഷേ ഓർക്കുക, അദ്ദേഹം ചെയ്ത തെറ്റ് എന്താ? അദ്ദേഹം ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ ബൈബിൾ പണ്ഡിതന്മാർ പറയും, തനിക്ക് സമ്പത്തുണ്ടായപ്പോൾ, തനിക്ക് കഴിവുകൾ ഉണ്ടായപ്പോൾ ആ സമ്പത്തിനപ്പുറത്ത് സമ്പത്ത് തന്ന ദൈവത്തെ കാണാൻ മറന്നുപോയി. ഓർക്കണം, നമ്മൾ
നമ്മുടെ നല്ല ഭാഗം ആർക്ക് കൊടുക്കും? സുദ്രേശിയും ക്രിസ്ത്യാനോസും അവരുടെ നല്ല ഭാഗം ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ പരമോന്നത പദവിയിൽ അവർ എത്തപ്പെട്ടു. ജീവിതം സന്തോഷപൂർണമായി അവർ കൊടുത്തു തീർന്നു. രണ്ടാമതായിട്ട് സെബസ്റ്റ്യാനോസിനെ കുറിച്ച് ഒരു കൊച്ചു കാര്യങ്ങളെ പറഞ്ഞു നിർത്താം. അപ്പൊ 25 മിനിറ്റാണ്, ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി. എന്താണ് സെബസ്റ്റ്യാനോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്? ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ്. ആരാണ് ഒരു ക്രിസ്ത്യാനി എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കും. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്. പാരമ്പര്യം കൊണ്ട് ഞാൻ ഇന്ന തറവാട്ടിൽ ജനിച്ച് ഇന്ന നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നുവെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേര്. ഒളരിക്കര അങ്ങനെയുള്ളൊരു നാടാണ് അല്ലെ? വിശ്വാസ പാരമ്പര്യം കൊണ്ട് പൈതൃകമായ പല ഇടവുകളിൽ നിന്നും വന്ന് ഇവിടെ താമസിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ആരാണ് ഒരു ക്രിസ്ത്യാനി? കർത്താവ് പറയും, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കുക, കുരിശുമെടുക്കുക, എന്റെ പിന്നാലെ വരിക. വാക്ക് ഓർത്തിരിക്കണം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കുക, കുരിശുമെടുക്കുക, എന്റെ പിന്നാലെ വരിക. ക്രിസ്ത്യാനിയുടെ ഡെഫിനിഷനായി ചോദിച്ചാൽ നമുക്കറിയാം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ആരോ അവൻ ക്രിസ്ത്യാനി. പണ്ട് മലയാളം പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അച്ഛൻ ടീച്ചർ പറയും, ആരോ അവൻ ബഹുബ്രീഹി സമാസം. അല്ലെ, മലയാളം പഠിച്ചോന്ന് അറിയില്ല. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ നിർവചനത്തിലെ 2 വാക്കുകൾ, ഒന്ന് സ്വയം പരിത്യജിക്കണം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? സ്വന്തം ഇഷ്ടങ്ങളുടെ ബലിസമർപ്പണമാണ് സ്വയം പരിത്യാഗം. ക്രിസ്ത്യാനി ചെയ്യേണ്ട ഒന്നാമത്തെ കടമ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കുക. എളുപ്പമല്ല അല്ലെ? ആധുനിക കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് എല്ലാം വേണമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവരാണ് നസ്രാണികൾ. വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ പഠിക്കുക. 33-ാമത്തെ വയസ്സിൽ ഒരു രാജ്യത്തിന്റെ പകുതി പോലും പകുത്തു നൽകാമെന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം നട്ടലോടുകൂടെ ആ വിശുദ്ധൻ പറഞ്ഞു, എനിക്ക് വേണ്ട. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ വിശുദ്ധനെ പോലെ നട്ടലുള്ള ഒരു ക്രിസ്ത്യാനി ഈ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരള സഭ താഴേക്ക് പോകുമായിരുന്നില്ല. ഇന്ന് ഒരുപാട് ആളുകൾ കത്തോലിക്കരെ കുറിച്ച്, നസ്രാണികളെ കുറിച്ച് എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും യേശുവിലാണ് എന്റെ വിശ്വാസം, കീശയിലാണ് എന്റെ ആശ്വാസം എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷെ പോലെ നമ്മൾ അകപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, നമ്മൾ വിശ്വാസത്തോടുകൂടെ നട്ടത്തോടുകൂടെ പലതിനോടും വേണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റണം. കർത്താവ് പറയും, സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കണം. വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരി ജീവിതത്തിന് ഒരു കഥ കൂടെ പറഞ്ഞത് നിർത്തുകയാണ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തോപ്പ് സെമിനാരി പഠിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട യേശുദാസിന്റെ ഒരു ഗാനമേള തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്നു. റെക്ടർസിന്റെ പെർമിഷനൊക്കെ വാങ്ങി ഞങ്ങൾ സെമിനാരിക്കാൻ മുഴുവൻ തോപ്പ് സ്റ്റേഡിയത്തിന് ആദ്യത്തെ കസാരയിൽ കയറി പാട്ട് കേൾക്കാനാണ്. വെള്ളയിട്ട് ദാസേട്ടൻ മനോഹരമായി ഓരോ പാട്ടുകൾ ആലപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടിന്റെ 3-4 വരികൾ ദാസേട്ടൻ ആവർത്തിക്കുകയാണ്. വേദന പോലും വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. നിങ്ങൾ കേട്ടുപരിച്ച പാട്ടാണ്. വേദന പോലും വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. ഈ വരികൾ 2-3 ആവർത്തി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കസ്ട്ര ടീമിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്തു പറ്റി ദാസേട്ടൻ? ഓർഗനിസ്റ്റ് മനോഹരമായി അടുത്ത വരികളിലേക്ക് കൈകൊണ്ടുപോവുകയാണ്. പക്ഷെ ദാസേട്ടൻ വിടുന്നില്ല, അതേ വരി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വേദന പോലും വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. അങ്ങനെ ഏകദേശം 3-4 മിനിറ്റ് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയും എല്ലാവരും സൈലന്റാണ്. ദാസേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റായിട്ട് വീഴുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പയ്യൻ പതുക്കെ നടന്നു ചെന്ന് ദാസേട്ടന്റെ കൈ പിടിച്ചു. പിടിച്ച വഴിക്ക് അദ്ദേഹം ഞെട്ടിത്തിരിഞ്ഞ് എല്ലാവരും നോക്കി.
ഹൃദയം പറഞ്ഞ വാചകം ഞാൻ ഡയറിക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം, കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ഐസ്ക്രീം കഴിക്കുന്ന ആഗ്രഹമുണ്ടായി. എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടിലുള്ളവരുമൊക്കെ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ എൻ്റെ സംഗീതത്തെ പ്രതി, എൻ്റെ സ്വരത്തെ പ്രതി ആ വേദനകള് വേദാന്തമാക്കി നെഞ്ചിൻ കൂടുതൽ എടുത്തപ്പോൾ ഞാനൊരു പാട്ടുകാരനായി. ഒരു മനുഷ്യൻ ബൈബിൾ പ്രസംഗിക്കുന്നു, സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ചപ്പോൾ അദ്ദേഹം വലിയ മഹാനായിട്ട് മാറി എന്ന് പറയുമ്പോൾ ഓർക്കണം, കർത്താവ് ക്രിസ്ത്യാനികളുടെ നിർവചനത്തിൽ പറഞ്ഞുവെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കണം. ദൈവത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി പലതും വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സെബസ്ത്യാനോസിന്റെ ജീവചരിത്രം എന്നെ പഠിപ്പിച്ചത് പാഠമതാണ്. ബൈബിൾ പറയും, ബലവാന്മാർക്കുള്ളതാണ് സ്വർഗരാജ്യം. നേടിയെടുക്കണം. എങ്ങനെ? വില കൊടുത്തിട്ട്. നമുക്കറിയാം, ഇന്ന് തൃശ്ശൂർ ടൗണിലേക്ക് ചെന്നാൽ നല്ല ചുമന്ന നോട്ടുകൾ കൊടുത്താലേ നല്ല സാധനങ്ങൾ കിട്ടുകയും. ശരിയാണ്, ഇത് തന്നെയാണ് എൻ്റെ കുടുംബത്തിന്റെ, എൻ്റെ ജീവിതത്തിന്റെ സന്തോഷവും. ഒരുപാട് ത്യാഗം ചെയ്യണം, അല്ലാതെ എളുപ്പ വഴിക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല. ഓർത്തിരിക്കുക, എളുപ്പ വഴിക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല. എൻ്റെ കുടുംബത്തെ പ്രതി, എൻ്റെ ജീവിതത്തെ പ്രതി പലതും വേണ്ട എന്ന് വെച്ച്, നെഞ്ചിൻ കൂടി ഇഷ്ടമുള്ളതൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പലതും വേണ്ട എന്ന് വെക്കുമ്പോൾ കർത്താവ് പറഞ്ഞ അടുത്ത വാചകം, കുരിശെടുത്ത് നമ്മുടെ പിന്നാലെ വരണം. കർത്താവ് പറഞ്ഞതാ, വേണ്ട എന്ന് വെക്കുമ്പോൾ അത് കുരിശായിട്ട് മാറും. ദൈവത്തിന് ബുദ്ധിയില്ല. അതുകൊണ്ടാണ് നിർവചനത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നു, വേണ്ട എന്ന് വെച്ചാൽ ഉടനെ അത് കുരിശാണ്. ആ കുരിശമെടുത്ത് നടക്കണം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിധിക്കുക, കുരിശുമെടുക്കുക. അവസാനിപ്പിക്കുക. തിരുനാൾ വലിയ ദിവസമാണ്. ഒരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓർക്കണം, ഈ വിശുദ്ധർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ഈ പാഠങ്ങളിൽ ഏതെങ്കിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിച്ച ഈ തിരുനാൾ ആഘോഷം കൊണ്ട് അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും ദൈവഭക്തിയിൽ, വിശ്വാസ പാരമ്പര്യത്തിൽ ഈ ഒളരിക്കൽ ഇടവക തൃശ്ശൂർ അതിരൂപതയിലെ വലിയ ഒരു സംഭവമായി മാറുന്നുണ്ട് എന്നത് ഒത്തിരി അഭിമാനിക്കാവുന്നതാണ്. കാരണം വിശുദ്ധ കുർബാന അർപ്പണം വളരെ സജീവമായി നടക്കുന്ന ഒരു ദേവാലയമായി ഈ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും വാസ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അത് ആഘോഷമായിട്ട് തന്നെ അർപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിലൊതുങ്ങാതെ അതിനപ്പുറത്ത് വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി മരണം വരെ വഹിക്കാൻ തയ്യാറുള്ള ഒരുപാട് ജനതകൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം, ഈ തിരുനാൾ കൂടുതൽ അർത്ഥവത്തായി. ഒരിക്കൽ കൂടെ വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, കൈക്കാരന്മാർക്കും ഇടവകയുള്ള എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ കൊച്ചു തെരേസയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും അനുഗ്രഹങ്ങൾ ധാരാളമായി ഈ ദേശത്തും ഈ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.